ഹലോ ഫ്രണ്ട്സ്, ഞാൻ എയ്ഡൻ. ഇത് എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ എയർപ്ലെയിനിൽ കയറുന്നത്. കയറി ഉടനെ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞ് എണീച്ച് ഫ്ലൈറ്റിലെ ബോറടി മാറ്റാൻ ഞാനും അമ്മയും ഫുഡ് മെനു നോക്കിയിരുന്നു. പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. പിന്നീട് ഉറക്കം കൂടിയും കഴിഞ്ഞപ്പോൾ ഞാൻ ഗൾഫ് ഓഫ് മെക്സിക്കോ കൂട്ടുകാരെ ഗൾഫ് ഓഫ് അമേരിക്കയുടെ മുകളിലൂടെ പറന്ന് മെക്സിക്കോയിലെ കാൻകൂൺ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ പൈലറ്റ് അങ്കിൾ എനിക്കൊരു സർട്ടിഫിക്കറ്റും വാച്ചും തന്നു. പിന്നെ എൻ്റെ കൂടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കാത്തു നിന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അലാന്ത്രിയോസിൻ്റെ വണ്ടി വന്നു. അതിൽ കയറി ഗ്രാൻഡ് പ്രിൻസസ് റിസോർട്ടിലേക്ക് യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഈ കാർട്ടിലിരിക്കുകയാണ്. എവരി 10 മിനിറ്റ് കൂടുമ്പോൾ ലോബി ടു ബീച്ചും ഷട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് വലിയ സ്ഥലമാണ്. ഇത് എങ്ങനെ കണ്ടു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഒരാളെ ഇവിടെ കൊണ്ടുവന്നാക്കാൻ പോയി. ഞങ്ങൾക്ക് സ്പെഷ്യൽ ചെക്കിങ്, ഞങ്ങൾ പ്ലാറ്റിനം എടുത്ത്. അപ്പൊ ഇനി അതിന് വേറെ അങ്ങോട്ട് പോയിട്ട് വേണം നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ. ഇവിടെ പക്ഷെ റിസോർട്ടിന്റെ ഉള്ളിൽ തന്നെയാണ്. നമുക്ക് ഇതുപോലത്തെ ഒരു ഷട്ടിൽ വരും, അതിൽ കയറി നമ്മൾ പോകണം. നമുക്ക് നോക്കാം ഈ ബേബിയെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ പോകുന്നത്. എന്തായാലും ഇവിടെ ഈ പറയുന്ന പോലെ കാർ സീറ്റും കൊണ്ടൊന്നും പരിപാടി നടക്കത്തില്ല. അപ്പം ഇനി നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം അല്ലേ എങ്ങനെയുണ്ടെന്ന്. പക്ഷെ ഇവിടെ കുരങ്ങന്മാരുണ്ട്, റാക്കൂൺസ് ഉണ്ട്, പിന്നെ വേറെന്താ മൊയലുണ്ട്, അങ്ങനെ കുറേ ജീവികളൊക്കെ ഇതിനകത്ത് ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ അത് എപ്പോഴും ഇവിടെ തന്നെ കാണുമെന്നാണ് അവർ പറഞ്ഞത്. El otro día que me pasaste, qué bonito se sintió, hasta el aire nos cantaba. അപ്പോൾ നമ്മുടെ റൂമിൽ വന്നിരിക്കുകയാണ്. നമ്മളപ്പോൾ പ്ലാറ്റിനം മെമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്ലാറ്റിനത്തിൻ്റെ ഒരു ഇതാണ് കിട്ടിയത്. ഗ്രാൻഡ് പ്രിൻസ് VIP ആക്സസ് ആണ്. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ക്ലോസറ്റ് പോലെ ഇതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലോക്കറും കാര്യങ്ങളെല്ലാം ഉണ്ട്, ബാത്ത് ടവൽസൊക്കെ. പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ബാത്റൂമുണ്ട്. നമുക്കിവിടെ ജക്കൂസിയൊക്കെ ഉണ്ട്, ജക്കൂസി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഷവറുണ്ട്, വാനിറ്റി ഉണ്ട്, ടോയ്ലറ്റുകളെ ഉണ്ട്. അപ്പം അങ്ങനെ ഇതുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഞങ്ങളുടെ പെട്ടിയൊക്കെ ഇവിടെ കിട്ടി വെച്ചതേ ഉള്ളൂ. ഞങ്ങളുടെ ബെഡ്റൂമുണ്ട്. ബെഡ്റൂം കണ്ടു കഴിഞ്ഞതാ ഇവിടെ ഒരു മിനി ബാറുണ്ട്. അതവർ എപ്പോഴും വന്ന് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും. ബിയറുണ്ട്, വാട്ടറുണ്ട്, സോഡയുണ്ട്, എല്ലാം ഉണ്ട്. അത് ഇവർ ഇത്ര നമ്മൾ ഒന്നുകിൽ പറയാം, അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ 10 മണിയാകുമ്പോഴത്തേനും അവർ ഫില്ല് ചെയ്യും. പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് ഒരു ഇതുണ്ട്, കൗച്ചും കാര്യങ്ങളും ഇതെല്ലാം കൂടി ഉണ്ട്. പിന്നെ നമ്മളിതാ പുറത്തോട്ട് ഇവിടെ ഇറങ്ങുമ്പോൾ ഒരു ബാൽക്കണി ഉണ്ട്, വലിയ വിശാലമായ ബാൽക്കണി. വീണ്ടും പുറത്തിരുന്ന് നമുക്ക് ചെയ്യാനുള്ള ജക്കൂസി ഉണ്ട്. അതിനുശേഷം ഇവിടെ നേരെ നോക്കി കഴിഞ്ഞാൽ കടൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. നമ്മൾ എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങിയ ശേഷം അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇനി പോവുകയാണ്. അത് അവിടുന്ന് ആക്ച്വലി 5 മിനിറ്റ് നമുക്ക് വണ്ടി പോകണം. നമ്മുടെ ഗോൾഫ് കാർട്ട് പോലത്തെ ഇതുണ്ട്, കാർട്ടുണ്ട്, ഒരു ട്രോളി ബസ് പോലെ. അതിൽ കയറി വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇനി പോകാൻ വേണ്ടി. മെയിൻ ലോബി പോകണം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഇനി ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ഉണ്ട്. നമുക്ക് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം, ഗോൾഫ് കാർട്ടിൻ്റെ അല്ലെങ്കിൽ ട്രോളി വരുന്നവരെ. എന്നിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ എലിവേറ്റർ എടുത്ത് നേരെ താഴോട്ട് പോവാം. ഹായ് കുട്ടാ, ലെറ്റ്സ് ഗോ. യു എക്സൈറ്റഡ്? യു എക്സൈറ്റഡ്? നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ്. യു റെഡി ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? യെസ് യെസ്.
sonrisa y yo con eso pregunté. ആക്ച്വലി നമ്മുടെ പ്ലാറ്റിനം ആയതുകൊണ്ട് പ്ലാറ്റിനംകാർക്ക് വേണ്ടി മാത്രമായിട്ട് ഇവിടെ ഒരു ഫുഡിൻ്റെ സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ ലോബിയിൽ പോകണ്ട, ബഫേയിലേക്ക് അങ്ങോട്ട് പോകണ്ട, ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. Porque llevas tanta prisa. Qué bonito es lo bonito. Qué bonito. ഫുഡെല്ലാം കഴിച്ച് ഞങ്ങളിവിടെ തിരിച്ച് സ്റ്റോപ്പിൽ വന്നിരിക്കുക. ഇവിടെ നിന്ന് ഇനി ഇതെടുത്തിട്ട് വേണം നമുക്ക് ഫ്രണ്ട് ലോബിൽ പോയിട്ട് ജില്ലുവിൻ്റെ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് അവൾ ഞാൻ ട്രീറ്റ് കൊടുക്കുക, സ്പാ ചെയ്യാൻ വേണ്ടിയുള്ളൊരിത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. എന്താ സ്റ്റൈല്, കറക്റ്റ് ടൈമിങ്ങിൽ കണ്ണാടി വെച്ച്. ജില്ലുവിൻ്റെ ബർത്ത്ഡേ കോൾസ് വേറെ വിളിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ട്രോളി വന്നു, ഞങ്ങൾ ട്രോളിയിൽ ഇങ്ങനെ പോവുകയാണ്. Es el amor, no traiciona ni condena, solo llena el corazón. Qué bonito es lo bonito, qué bonito es el amor, no traiciona ni condena, solo llena el corazón. Que se casa una amiga y അങ്ങനെ ട്രോളിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിതാ മെയിൻ ലോബിയിൽ വന്നു. മെയിൻ ലോബി എന്ന് പറഞ്ഞാൽ വലിയതാ, ഇവിടെ കടകളും നമ്മളൊരു മാളിൽ ചെല്ലുന്ന അവസ്ഥയാണ് ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ. ഇത് റിസോർട്ടെന്ന് പറഞ്ഞിരുന്നത് നമ്മൾ വേറെ ഏതോ ഒരു മാളിലോ എവിടെയെങ്കിലും ചെന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. കാരണം അത്രയ്ക്ക് ഭംഗിയിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്നത് കടകൾ, പിന്നെ റെസ്റ്റോറൻറ്റ്സ്, ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ അതെല്ലാം ഫ്രീ ആണ്, നമുക്ക് എല്ലാ റെസ്റ്റോറൻറ്റ്. പക്ഷേ ചില റെസ്റ്റോറൻറ്റ്സ് നമ്മൾ റിസർവേഷൻ ചെയ്യണമെന്നേ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് പ്ലാറ്റിനമാണ്, അതുകൊണ്ട് നമുക്ക് റിസ്പാൻഡ് ഉണ്ട്, ബ്ലാക്ക് കളർ ഇത് കിട്ടും. ഇത് ഉള്ളവർക്ക് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഫുഡ് കഴിക്കാം. പിന്നെ ഓൾ ഇൻക്ലൂസീവ് ആണിത്. അപ്പം ലിക്കർ വേണമെങ്കിൽ ലിക്കർ, പിന്നെ ജ്യൂസ്, വെള്ളം എല്ലാം ഫ്രീയാണ്. ഫുഡ് എത്ര വേണം അൺലിമിറ്റഡ് ആയിട്ട് എത്ര റെസ്റ്റോറൻറ്റ്സിൽ വേണമെങ്കിലും പോയി കഴിക്കാം. പിന്നെ 3 ബഫേ ഉണ്ട്, 3 ബഫേയിലും പോയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഞങ്ങൾ അവിടുത്തെ പ്ലാറ്റിനത്തിൻ്റെ അവിടെ പോയി, കാരണം അവിടെ തിരക്ക് കുറവായിരുന്നു. മെയിൻ ലോബിയിൽ നമ്മൾ എല്ലാവരും വരും, ഇപ്പോൾ നോൺ ഇൻക്ലൂസീവ് അല്ലാത്ത ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരും. അതുകൊണ്ട് ഞങ്ങൾ പ്ലാറ്റിനത്തിൻ്റെ അവിടെ പോയി കഴിച്ചപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ച് പോകുന്നു. ഇനി ജില്ലുവിൻ്റെ സ്പാ ടൈമാണ്. അപ്പോൾ അവളെ കയറ്റിയിട്ട് ഞാനും ഏട്ടും കൂടി ഒന്ന് കറങ്ങാനിറങ്ങും. അങ്ങനെ ജില്ലുവിനെ നമ്മൾ സ്പായിൽ കയറ്റി വിട്ടു. അവൾ സ്പാ ചെയ്ത് 80 മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാനും ഏഴനും കൂടി നടക്കാനിറങ്ങുക. ഏഴക്കൂട്ട ഞങ്ങൾ ഇതിൽ കൂടെ ഒന്ന് കറങ്ങാൻ വിചാരിച്ചു ആ സമയം കൊണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. പക്ഷേ നൈറ്റ് ആകുമ്പോഴാണ് എല്ലാം ഓപ്പൺ ആകുന്നത്. പക്ഷേ ജസ്റ്റ് നമുക്കൊന്ന് ചുമ്മാ നടന്നു നോക്കാം. ഒരു ഡ്രിങ്കും വാങ്ങിച്ച് അവനും പാലും കുടിച്ച് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. Pues yo soy la encargada de tarimas y tacones. No quiero llegar muy tarde y perderme de los sones. También yo voy al fandango, ahora sí pues qué fortuna. Me invitaron los cantores que le cantan a la luna. Y si ahora un verso canto, solo será para una. Qué bonito es lo bonito, qué bonito es el amor. No traiciona ni condena, solo llena el corazón. Qué bonito es lo bonito, qué bonito es el amor. No traiciona ni condena, solo llena el corazón. അങ്ങനെ നടന്ന് ഞാനും ഏട്ടനും കൂടി ഇവിടെ ഒരു ചെറിയ ഹട്ട് പോലെയുണ്ട്, അവിടെ വന്നിരിക്കുകയാണ്. അവൻ്റെ പാൽ കുടിക്കുന്നു, ഞാൻ ഡ്രിങ്ക് എടുത്ത് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കും. അവൻ്റെ ഇവിടെ ചിരിച്ച് കളിച്ചിരിപ്പുണ്ട്. ഇത് രസമുണ്ട്. ഇതേപോലെ ഹട്ടിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ പറയുക, പുല്ലിൻ്റെ ഇത് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇത് മൊത്തം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് നമുക്കിവിടെ വന്നിങ്ങനെ ഇരിക്കാം. ഇപ്പോഴത്തെ ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്, വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മൊത്തം ഇതൊരു 4 സ്ഥലത്ത് ഇങ്ങനെ വെള്ളത്തിൻ്റെ പോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു റിവർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് അത് കാണാൻ രസമുണ്ട്. അപ്പം ഞങ്ങളിതാ കുറച്ച് നേരം ഇവിടെ റിലാക്സ് ചെയ്തിരിക്കുക, സ്ഥലങ്ങളെല്ലാം കണ്ടുവന്നു. solo llena el corazón. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കയറി വന്നിട്ട് പിന്നെയും തിരിച്ച് പോവുകയാണ്. ഇനി ബീച്ചിലോട്ടും പോകണം, അതേപോലെ സ്വിമ്മിംഗ് പൂളിലോട്ടും പോകണം. അപ്പോൾ മിക്കവാറും ഇറങ്ങത്തില്ല, നാളെ ഞങ്ങൾ ഫുൾ ഡേ ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ജില്ലു ഇതാ കങ്കാരി ബാഗുമായിട്ട് ഏട്ടനെ തൂക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സാധനം എടുക്കാൻ മറന്നു. അപ്പം ഞാൻ വെച്ചാൽ അതും കൂടി എടുത്തിട്ട് അവനൊരു ഫാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫാനും കൂടി എടുക്കാമെന്ന് വെച്ചു. ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പം വേണ്ടേ ഇവരവിടെ നിൽപ്പുണ്ട് രണ്ടുപേരും. എവിടെ എൻ്റെ കങ്കാരു? എന്റെ കങ്കാരി കൊച്ചിനെ കണ്ടോ? Que se casa una amiga y por eso llevas flores, pues yo soy la encargada de tarimas y tacones. No quiero llegar muy tarde y ഏഴൻകുട്ടൻ്റെ ഫസ്റ്റ് ബീച്ച്. ഏഴൻ ബീച്ച് കണ്ടിട്ട് എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ വന്ന് ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ജില്ലുണ്ട്. അപ്പം ഏഴനാണ് നല്ല ഉറക്കത്തിലുമാണ്. അപ്പം ബീച്ച് അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ബീച്ചിൽ ഇറങ്ങുന്നത്, നാളെ ഞങ്ങൾ വന്ന് ബീച്ചിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നിവിടെ റിലാക്സ് ചെയ്ത് കാറ്റുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള രണ്ടുപേരെ ഞങ്ങൾ പെട്ടെന്ന് കണ്ടുമുട്ടി. സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, പറഞ്ഞത് അപ്പം അവരും പിരാട്ടലപ്പിലുള്ളതാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് ദൂരെ അവരുടെ വീട്ടിലേക്ക് ഉള്ളൂ. അപ്പം അടുത്തടുത്ത് ഇപ്പോഴാണ് മനസ്സിലായത് സംസാരിച്ച് ഇത്ര നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ. yo soy la encargada de tarimas y tacones. No quiero llegar muy tarde y perderme de los sones. También yo voy al fandango, ahora sí pues qué fortuna. Me invitaron los cantores que le cantan a la luna. Y si ahora un verso canto, solo será para una. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ 2 ആണ്. ഡേ 2-ൽ നമ്മൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടുന്ന് നേരെ വെളിയിലിറങ്ങി. നമ്മുടെ ഏഴൻകുട്ടൻ ഉറക്കമായതുകൊണ്ട് നമ്മൾ അവനെയും കൊണ്ട് ഒരു ചെറിയ വാക്കിന് ഇറങ്ങിയേക്കാണ്. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഇന്നാണ് ഈ റിസോർട്ട് ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഒരറ്റത്തുനിന്ന് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. കുറേ ഉണ്ട് കാണാൻ വേണ്ടി. എല്ലായിടത്തും കുറേ പൂളും ഇതൊക്കെ ആയിട്ട് അടിപൊളിയാണ്. പക്ഷെ കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും പോയി ഇറങ്ങാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് നമ്മളിപ്പം ഇറങ്ങുന്നില്ല. നാളെ ഇനിയും പൂളിൽ ഇറങ്ങാമെന്ന് വെച്ചിട്ടാണ്. അപ്പം നമ്മൾ അവിടുത്തെ കാഴ്ചയൊക്കെ കാണിച്ചു തരാം. Qué bonito es lo bonito, qué bonito es el amor. No traiciona ni condena, solo llena el corazón. Qué bonito es lo bonito, qué bonito es el amor. No traiciona ni condena, solo llena el corazón. അങ്ങനെ ഞങ്ങൾ വേറൊരു ചെറിയൊരു കൊച്ചു ട്രിപ്പ് ഇവിടെ നിന്ന് പോവുകയാണ്. ഒരു വാൻ എടുത്തിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെയാണ് പോകുന്നതെന്ന്. ഇപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ, ഇവിടെ കൺസ്യൂമർ ചോദിച്ചപ്പോൾ അവിടെ വാനുണ്ട്. ആ വാൻ എടുത്തിട്ട് നമുക്ക് പ്ലേത്തെ കാർമലിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങോട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെറിയൊരു 5th Avenueൽ ഒരു സ്ട്രീറ്റ് ഉണ്ട്. അവിടെ ഒരു ലൈഫ് സ്ട്രീറ്റാണ്, ലൈക്ക് കടകളും കാര്യങ്ങളും ഷോപ്പിങ്ങും ഫുഡും സ്ട്രീറ്റും പിന്നെ ആൾക്കാർ ഇതും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ വെച്ച് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടി ഹോട്ടലുകാരനെ പ്രൊവൈഡ് ചെയ്യില്ല, ടാക്സി വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹോട്ടലുകാരനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഹോട്ടലുകാരൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഇവിടുന്ന് ട്രോളി കയറി മെയിൻ ലോബി ചെന്നിട്ട് മെയിൻ ലോബിയിൽ നിന്ന് എങ്ങോട്ടൊന്ന് പോകണം. അപ്പോൾ ഒരു 4 മണിക്കാണ് വണ്ടി വരുന്നത്. അപ്പോൾ അതാ ഇപ്പം ഞാൻ ട്രോളി കൊണ്ട് കയറ്റി വെച്ചു. ജില്ലു ഉണ്ട്. അപ്പം ഇനി നമുക്ക് നോക്കാം, അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. കാരണം നല്ല അടിപൊളിയായിരിക്കും കാണുമ്പോൾ. ഞങ്ങൾ ഒരു വട്ടം പോയിട്ട് എനിക്കൊന്ന് നമുക്ക് 1/2 മണിക്കൂർ സമയം കിട്ടിയുള്ളൂ അല്ലേ? 1/2 മണിക്കൂറേ കിട്ടിയുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിവിടെ വന്ന് ഇരിക്കുകയാണ്. ഞങ്ങൾ 2 early ഇവിടെ എത്താൻ വേണ്ടി, കാരണം ഇത് സ്ഥലം എവിടെയെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഷട്ടിൽ വരാൻ വേണ്ടി ഇനിയൊരു 15-20 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പോൾ അതാണ് ഡ്രിങ്ക് എടുത്തിട്ട് ഇവിടെ ഇരുന്നു, ഇനി കുറച്ച് സമയം കൂടി ഉണ്ടെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ ഓക്കെ എന്നാൽ പിന്നെ ഇവിടെ ഇരിക്കാം. അപ്പോൾ ഞങ്ങൾ ഇനി ഷട്ടിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. condena, solo llena el corazón. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലോട്ട് തന്നെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ നല്ല രസം, ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു കുറച്ചുകൂടെ നടന്ന് ട്രോളി എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് റൂമിൽ പോയി വന്നു കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഭക്ഷണത്തിന് വേണ്ടി പിന്നെയും ട്രോളിയുടെ തിരിച്ചും കൂടെ വരണം. കാരണം ഈ ഹോട്ടൽ അത്രയ്ക്ക് വലുത്. അപ്പോൾ പിള്ളേരെ കൊണ്ട് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഈ ഹോട്ടൽ എടുത്തു കഴിഞ്ഞാൽ സിംഗാരി വരാണെങ്കിൽ ചാടിക്കയറി ട്രോളി കയറി പോരാം. ഞങ്ങൾക്ക് ട്രോളിയും ഇത് ഉള്ളതുകൊണ്ട് അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. El otro día que me pasaste, qué bonito se sintió. Hasta el aire nos cantaba. Cuando el día amaneció, será porque tú llegabas y la plaza se alegró. Sé que no esperabas verme y te vi muy sorprendida, pero pronto saludé. Se te salió una sonrisa y yo con eso pregunté, ¿por qué llevas tanta prisa?